ഈ ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് നടത്തിയ പ്രഖ്യാപനം വലിയ വിവാദമായതാണ്. അത് പിന്നീട് അങ്ങ് മയപ്പെടുത്തി ഇപ്പോൾ പുതിയ തന്ത്രവുമായിട്ടിറങ്ങി ഈ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്. ട്രംപ് ഏറ്റെടുത്ത ഗാസ എന്നുള്ള തരത്തിലുള്ള വീഡിയോയാണ്. അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമാണോ അത്? ഗൗതമ ബുദ്ധൻ പണ്ടേ പറഞ്ഞു, ഈ മോഹങ്ങളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. അല്ലെ, മോഹങ്ങളെ കീഴടക്കാൻ കഴിയുക, അങ്ങനെയെങ്കിൽ മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊരു തരം മോഹങ്ങൾ വിതയ്ക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രൊജക്ഷൻസാണ് ട്രംപിൻ്റെ സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഈ ചിത്രങ്ങൾ പോവുകയാണ്. നല്ല ഒന്നാന്തരമായി പുനഃസൃഷ്ടിക്കപ്പെട്ട പാലും തേനും ഒഴുകുന്ന പറുദീസയായി ചിത്രീകരിക്കുകയാണ് ഈ പറയുന്ന ഗാസ എന്ന് പറയുന്ന 365 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെ. അവിടെ അങ്ങനെ സ്വർണ്ണ നിറത്തിൽ ഉയർന്നു നിൽക്കുകയാണ് അധികായനായ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് ഇങ്ങനെ പ്രഭാപൂരം ഇങ്ങനെ വിതറി നിൽക്കുകയാണ്. കടലോരത്തെ മത്സ്യകന്യകകൾ അനേകം, അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും സംഘവുമെല്ലാം അവിടെ കാറ്റുകൊള്ളാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ എത്രയോ മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ താമസിച്ചിരുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലം തന്നെയാണോ ഇത് എന്ന് പലസ്തീനിയൻസ് അത്ഭുതം കൂടുന്ന രീതിയിലാണ് വീഡിയോയുടെ ചിത്രീകരണം. ഈ വീഡിയോ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുകയും ട്വിറ്റർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ 1.5 കോടിയിലധികം പേര് നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടു തീർക്കുകയും ചെയ്ത ഈ ചിത്രം വൈറലാണ്. ഏത് പ്ലാറ്റ്ഫോമിൽ അത് എയർ ചെയ്തിട്ടുണ്ടോ, ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അവിടെയെല്ലാം വൈറലാണ്. അപ്പോൾ ഇതൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഒരു മാനസിക അവസ്ഥ, ലോകത്തിൻ്റെ മുഴുവൻ, അറബ് ലോകത്തിൻ്റെ ഒക്കെ മാനസികാവസ്ഥ. ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്, വെറുതെ പറഞ്ഞു വെക്കുകയല്ല, ഇങ്ങനെ ഇരിക്കും. പുനഃസൃഷ്ടിക്കപ്പെട്ട ഗാസയുടെ മോഡൽ ഇങ്ങനെയായിരിക്കും, നോക്കി കണ്ടോളൂ. അത് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. പറയാനുള്ളത് പറഞ്ഞു വെച്ചു എന്ന രീതിയിലാണ് ട്രംപ് കണ്ണിറക്കി പറയുകയാണ്. ഞാനങ്ങനെ ഗൗരവമായിട്ട് വിചാരിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട, പറയാനുള്ളത് ഞാൻ പറഞ്ഞു വെച്ചു എന്ന മട്ടിൽ പറയുകയാണ്. ഇതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡിൻ്റെ മോഹിപ്പിക്കുന്ന ചില നീക്കങ്ങളാണ്. കച്ചവടക്കാരുടെ ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ പറയാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞില്ലേ, നമ്മളൊരു തുണിക്കടയിൽ കയറി തുണി വാങ്ങുന്നത്, അല്ലെങ്കിൽ പലഹാരങ്ങൾ ഡിസ്പ്ലേ കണ്ടിട്ടാണ് ചായക്കടയിൽ മുൻകാലത്ത് പോലും കയറി സാധനങ്ങൾ വാങ്ങുന്നത്. ഇതെല്ലാം റെഡിയായി കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ അതൊരു മോഹമാണ്. വഴിയെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിലും ഒന്ന് നോക്കിക്കളയാം. അതുപോലെയാണ് ഇങ്ങനെ വരുമ്പോൾ ഇത് കൊള്ളാമല്ലോ. ഇപ്പോൾ ഭവന നിർമ്മാണ രംഗത്തെല്ലാം അങ്ങനെയല്ലേ, ഒരു വീട് സൃഷ്ടിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് മുൻകൂട്ടി തന്നെ AI സഹായത്തോടു കൂടി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതുതന്നെയാണ് ട്രംപും ഒരുപക്ഷെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു സൂചനയാണ് നൽകുന്നതല്ലേ, മനസ്സുകളെ ഒരുക്കുക, ലോകത്തിൻ്റെ മുഴുവൻ മനസ്സുകളെ ഒരുക്കുക, അറബി ജനതയുടെ മനസ്സുകളെ ഒരുക്കുക. പക്ഷെ പറയാതെ പോകുന്ന ഒന്നുണ്ട്. അവിടെ താമസിച്ചിരുന്ന 22 ലക്ഷം പേർ, അല്ലെങ്കിൽ 23 ലക്ഷം പേർ, അവരിൽ ഒരു 1 ലക്ഷത്തിൽ ചില്ലുവാനും പേര് അംഗഭംഗം വന്ന വല്ലാത്ത ഗുരുതരാവസ്ഥയിലാണ്. ഏതാണ്ട് 62,000 പേര് കാലയളവിലേക്കുള്ളിൽ മറഞ്ഞു. ബാക്കി വരുന്ന 22 ലക്ഷം പേര് അവർക്ക് കൂടി അവകാശപ്പെടുന്ന ഭൂമിയാണിത്. അവർക്ക് കൂടി അവകാശപ്പെടുന്ന കെട്ടിടങ്ങളാണോ അവിടെ വരുന്നത്? ആരായിരിക്കും അതിൻ്റെ ഉടമസ്ഥർ? ആരായിരിക്കും അവിടെ വസിക്കാൻ പോവുക? അതോ ആഗോള തലത്തിൽ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് പോലെ ആയിരിക്കുമോ? ഒന്നും തന്നെ ആ വീഡിയോയിൽ പറയുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം ഒരു കൗതുകം എന്ന നിലയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അന്യൻ്റെ മണ്ണിൽ നമുക്ക് സ്വപ്ന കൂടാരങ്ങൾ പണിയാം. സ്വന്തം മണ്ണിൽ പണിയുമ്പോൾ മാത്രമേ അതിനൊരു യാഥാർത്ഥ്യബോധം വരുന്നുള്ളൂ. മറ്റൊരാളുടെ പുരയിടത്തിൽ, മറ്റൊരാളിൻ്റെ മണ്ണിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി സ്വർണ്ണഗോപുരങ്ങൾ പണിതു വെക്കാം. ചിലവുള്ള കാര്യമല്ല, ചെറിയ തോതിൽ AI ചിലവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ആ ടാർഗറ്റ് ഗ്രൂപ്പ്, അവിടെ താമസിക്കുന്ന ആളുകൾ അതിനെ എങ്ങനെ എടുക്കും? അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവരുടെ സഹോദരന്മാർ, അറബി ലോകം അതെങ്ങനെ എടുക്കും? ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ ഇതൊരു ശവപ്പറമ്പ് കൂടിയാണ്. ഈ ശവപ്പറമ്പ് ആണ്, ശരിയാണ്. പക്ഷേ ആ ഭൂമിയിൽ ജീവശവങ്ങളായി ജീവിക്കുന്ന അനേക ലക്ഷങ്ങൾ കൂടിയുണ്ട്. അവരെ മറ്റൊരു ശവപ്പറമ്പിലേക്ക് മാറ്റുക എന്നതാണോ? മരുഭൂമിയിലേക്ക് അവരെ പറിച്ചു നടുക എന്നതാണോ? എന്നിട്ട് ശവപ്പറമ്പിനെ ഉദ്യാനമാക്കി മാറ്റിയെടുക്കും എന്ന് പറഞ്ഞാൽ ആ ശവപ്പറമ്പിൽ അവശേഷിക്കുന്ന ജീവനുകൾ എന്താണ് പറയുക? ഒരുപക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. അതേസമയം ഇങ്ങനെയൊക്കെ ആകാം എന്ന ഒരു പ്രതീക്ഷ, ഒരു വലിയ ഒരു 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 നന്മയുടെ, അത് നന്മ തന്നെയാണ് തീർച്ചയായിട്ടും. വികസനം എന്ന് പറയുന്നത് നന്മയാണ്. പക്ഷേ
പലസ്തീനിയൻ ജനങ്ങൾ തോക്ക് താഴെ വയ്ക്കുകയും ഹമാസിനെ പോലെയുള്ള സംഘടനകൾ ഭൂമുഖത്തു നിന്ന് തന്നെ മാഞ്ഞു പോവുകയും ഈ മുൻകാലത്ത് അങ്ങനെ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാർ വലിയ റെസ്റ്റോറൻറ്റുകൾ, വലിയ ഷോപ്പുകൾ, ഷോപ്പിംഗ് മാളുകൾ, അവിടെയൊക്കെ ജീവനക്കാരായി, അവിടെ ഉദ്യോഗസ്ഥന്മാരായി, അവിടുത്തെ എക്സിക്യൂട്ടീവുകളായി കോട്ടസ്യൂട്ടൊക്കെ ഇട്ട് നടക്കുകയും അങ്ങനെ അറബി സംസ്കാരം, വലിയ നൃത്തങ്ങൾ, വലിയ സംഗീതം, വലിയ കസിനോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ പണം നുരയ്ക്കുന്ന ഇടങ്ങളായി മാറുകയും തോക്കിന് പകരം വലിയ പണം അല്ലെങ്കിൽ വലിയ തോതിലുള്ള സമ്പൽ സമൃദ്ധി എന്ന ഒരു ആശയമാണ് എങ്കിൽ ഒരുപക്ഷെ നെഗോഷ്യബിൾ ആയിരിക്കാം. പക്ഷേ അവിടെ വരാൻ സാധ്യതയുള്ളത് അന്യ ഇടങ്ങളിൽ നിന്നുള്ളവരാണ്. ഗസൻസ് എന്ന് പറയുന്ന ഗാസയിലെ ആളുകളെ ഇത്രയെല്ലാം നിർമ്മിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കുകയും അവരിത് മാൻ ചെയ്യുകയും അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സുന്ദര സ്വരഭില അന്തരീക്ഷം ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ വളരെ ഗൗരവമായി ഒരുപക്ഷെ എടുക്കപ്പെടും. തോക്കിന് പകരമാണ്, തോക്കല്ല, ഇതിനോടൊപ്പം തന്നെ സമാന്തരമായ തോക്കിന് സംസ്കാരം, വെട്ടിയും പുകയും, അതല്ല, തോക്ക് പൂർണ്ണമായി മാറുകയും വലിയ രീതിയിൽ ഉല്ലാസ നഗരങ്ങൾ, ഉല്ലാസ നൗകകൾ ഇതെല്ലാം തന്നെ പാറിക്കളിക്കുകയും ചെയ്താൽ സ്വർഗമെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പക്ഷേ ഈ വീഡിയോയിലൂടെ ഇത് യാഥാർത്ഥ്യമാകാനുള്ള സൂചനയാണ് നൽകുന്നതെങ്കിൽ ഈ മറ്റ് 10-20 ലക്ഷം പേര് ജോർദാനും ഈജിപ്തും ഒക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാകുമോ? അവരാദ്യമേ എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പോഴാണ് ട്രംപ് ഒന്ന് മയപ്പെടുത്തിയത്. സിനിമയുടെ തിരക്കഥ പോലെ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കും. ഇതൊരു സിനിമയുടെ തിരക്കഥയാണ്, അതങ്ങനെ കാണാവൂ. ട്രംപ് ഒരുപക്ഷെ അതിൽ കൂടുതൽ അർത്ഥതലങ്ങൾ ഇതിന് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നീട് ഒരു കാലത്ത് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഗസയുടെ അവസ്ഥ ഇതുപോലെ തന്നെ നിന്നാൽ അന്ന് ഒരു മോചകൻ, അന്നൊന്നും ട്രംപ് ജീവനോടെ ഉണ്ടാവില്ല, അന്നൊരു വിമോചകൻ ട്രംപ് പറഞ്ഞതാണ് ഇതിനെ സ്വപ്നനഗരമാക്കും എന്ന്. ഇപ്പോഴത്തെ ആളുകളുടെ പിന്മുറക്കാർ ഒരു പക്ഷേ പറയും അന്ന് നമ്മൾ അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വ്യത്യസ്തമാകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം മാത്രമാണിത്. അതിൽ കൂടുതൽ ഇത് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷയേ എനിക്കില്ല. പക്ഷേ ഇവരെ ജോർദാനോ മറ്റു ഉള്ളവരോ ഉൾക്കൊണ്ട് കഴിഞ്ഞാലും തിരിച്ച് ഒരു പുനരധിവാസം ഉണ്ടാകുമോ? ജോർദാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജോർദാൻ തൽക്കാലത്തേക്ക് ഭാഗ്യവാന്മാരായി മാറും. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പണം പമ്പ് ചെയ്യാൻ, ജോർദാനിലേക്ക് പമ്പ് ചെയ്യാൻ ബിസിനസ്സുകാരനെ ട്രംപ് തയ്യാറാകും. വലിയ തോതിലുള്ള പണം ഈജിപ്തിനും ആവശ്യമുണ്ട്. ഇതെല്ലാം നട്ടം തിരികെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഇപ്പോഴത്തെ ഈജിപ്തിനും ജോർദാനോ ഒന്നും വലിയ തോതിൽ എണ്ണയില്ല. സൗദി അറേബ്യ പോലെ അല്ല ജോർദാൻ്റെ ഈജിപ്തിൻ്റെ അവസ്ഥ. UAE സാമ്പത്തികമായി അവർക്ക് ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന വലിയ വലിയ അടവശേഷ നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോർദാൻ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള ജോർദാന് ഇവരെ അധിവസിപ്പിക്കാൻ ഒരു മേഖല തിരിച്ചു കൊടുക്കുക. 375 സ്ക്വയർ കിലോമീറ്റർ ഗാസയിലുണ്ടെങ്കിൽ 500 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തിൽ ഒരു പുതിയ നഗരം ഗാസ, ഒരു ജൂനിയർ ഗാസ സൃഷ്ടിച്ച്, ഒരു പുതു ഗാസ സൃഷ്ടിച്ച് പകുതി പേരെ അവിടെയും. ഈജിപ്റ്റ് വലിയ രാജ്യമാണ്. അവിടെ മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഈജിപ്തിൻ്റെ ഒരു ഭാഗം ഇതൊക്കെ ചെയ്താൽ അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. പക്ഷേ പ്രശ്നം അപ്പോഴും അവിടെ തന്നെയാണ്. ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ഒരു തത്തയെക്കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, അത്രയും ഭാരതത്തിലെ ബന്ധു സിന്ദൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം പാരിൽ എന്ന് പറയുമ്പോൾ ആ ബന്ധനം എത്ര സുഖ സമൃദ്ധിയിലാണ് പുതുതായി അധിവസിപ്പിക്കുന്നതെങ്കിലും സ്വന്തം മണ്ണ് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. പിതാക്കന്മാർ ചവിട്ടി നടന്ന മണ്ണ് വളരെ പ്രിയപ്പെട്ടത് തന്നെയല്ലേ? നമ്മൾ ഈ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ പറച്ചിലൊന്നും വെറും വാക്കല്ല എന്ന്. അപ്പോൾ ഇതും ഒരു വെറും വാക്കല്ലാതായിരിക്കാമായിട്ട് വരാൻ സാധ്യതയാണല്ലോ കാണുന്നത്. ശരിക്കും ഇത് 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പുനഃസൃഷ്ടിക്കും എന്ന് കടുപ്പിച്ചു പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പറയാനുള്ളത് പറഞ്ഞു വെച്ചു, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞു. അപ്പം രണ്ടും പറയുമ്പോൾ അതൊരു ബിസിനസ് നെഗോഷിയേറ്ററുടെ ഭാഷ തന്നെയാണ് കാണുന്നത്. സ്വല്പം വില കൂട്ടി പറഞ്ഞു, പിന്നീട് പറഞ്ഞു ഒക്കുമെങ്കിൽ വാങ്ങിയാൽ മതി, കുറച്ചുകൂടെ ഞാൻ കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡീല് ക്യാൻസൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നടക്കാത്ത ഒരു ഡീലിന് വില പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. ബിസിനസ് ടേംസിൽ അത്രയും മാത്രമേ ട്രംപ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഗ്രീൻലാൻഡ് എടുക്കുന്ന കാര്യവും അതിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നില്ല. കാനഡ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞാൽ പോരില്ല. പാനമ കനാൽ അങ്ങനെ അങ്ങ് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്നും തന്നെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ പറ്റില്ല. തീർച്ചയായും മറ്റു ചില കാര്യങ്ങൾ പറ്റും. നെറ്റോയ്ക്കുള്ള ധനസഹായം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും, യൂറോപ്പുമായി ബന്ധം കുറച്ചു കൊണ്ടുവരാൻ കഴിയും, റെസിപ്രോക്കൽ ടാരിഫുകൾ നടപ്പാക്കിയെടുക്കാൻ കഴിയും. ഇതെല്ലാം കഴിയുന്ന കാര്യങ്ങളാണ്. കഴിയുന്ന കാര്യങ്ങളും കഴിയാത്ത കാര്യങ്ങൾ, ഫോഴ്സ്ഫുള്ളായി ഈ ഡിപ്പോർട്ട് ചെയ്യാൻ
കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 10 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു, 5 കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയാത്ത മറ്റ് 5 കാര്യങ്ങളെക്കുറിച്ച് വലിയ പരിഭവമില്ലാതെ ജനം ഇത് മൊത്തത്തിൽ അംഗീകരിക്കും എന്ന ഒരു ലളിത യുക്തി ട്രംപിൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.